ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 17 റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. രാവിലെ 8 മണിക്ക് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടായിരിക്കുന്നത്. മല്ലു സിംഗ് സിനിമയിലെ ആ ഒരു ഫസ്റ്റ് സോങ്ങാണ് വേക്കപ്പ് സോങ് ആയിട്ടിട്ടത്. പിന്നെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങി തന്നെ ഷാനവാസിൻ്റെ ഒരു ക്ലീനിങ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ അനീഷ് വാൾമാക്രി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതാണ് തുടക്കം. സരികയും ഷാനവാസും വന്നിട്ടാണെങ്കിൽ ഒരു അനീഷ് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഒരു എക്സ്പ്ലനേഷൻ എന്ന പോലെ ആരിനോട് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട സമയത്താണെങ്കിൽ അനീഷും വിട്ടുകൊടുക്കുന്നില്ല. അനീഷ് നല്ല രീതിക്ക് ഓരോ കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് പറഞ്ഞ് അവരോട് നല്ല പോലെ എതിർത്തിങ്ങനെ നിൽക്കുന്നതായിട്ട് പിന്നെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ വേസ്റ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഹൗസ് മേറ്റ്സ് ആണല്ലോ എന്നുള്ള കാര്യങ്ങളും കിച്ചൺ ടീം, ക്യാപ്റ്റൻ, ക്ലീനിങ് ടീം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടുന്നില്ല. പിന്നെ ഷാരികേനെ പറ്റി അക്ബർ ഷാരിക വിഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞൊരു പാട്ട്, ഒരു മാപ്പിള പാട്ടിൻ്റെ ഈണത്തിലാണ് ഈ ഒരു അക്ബർ ആ ഒരു കാര്യം ഇങ്ങനെ പാടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഥാപ്രസംഗം പോലെയും അക്ബർ എന്തൊക്കെയോ അവിടെ കാണിക്കുന്നുണ്ട്. കിച്ചണിൽ കയറിയിരുന്ന് കുക്ക് ചെയ്യണ അനുമോള്, അത് കൈയെത്തിട്ടുണ്ടായിരിക്കും, ഒരു എളുപ്പത്തിനൊക്കെ ആയിരിക്കാം. അതൊക്കെ ഇത്ര വലിയ വിഷയമാക്കണ കാരണം എനിക്കറിയത്തില്ല. അനുമോള് പറഞ്ഞ് ടോയ്ലറ്റിൽ കയറിയപ്പോൾ വെള്ളം ഒഴിക്കില്ലെന്ന്, ഈ ബോയ്സൊക്കെ അങ്ങനെയാണെന്നൊക്കെയാണ് അനുമോൾ ഇങ്ങനെ പറയുന്നത്. അനുമോളെ ഒരു കാര്യമുണ്ട്, പൊതുവെ ഞാൻ പറയാം, അനുമോളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയൊരു കാര്യമുണ്ട്. അനുമോളൊരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം കാണുമെന്നുള്ള കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിസേലിൻ്റെ പുറകെ നടന്ന് ജിസേലിൻ്റെ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് ലാലേട്ടൻ തന്നെ പറയുകയുണ്ടായി. അത് ഒരാൾക്ക് മാത്രം അവിടെ അങ്ങനെ ഒരു പ്രത്യേകതരം അവസരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, അത് കണ്ടുപിടിച്ച് അനുമോളിന് അഭിനന്ദനങ്ങളെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഔട്ട് കാണും. ആ ഒരു കാര്യത്തിന് അക്ബർ നന്നായിട്ട് എതിർക്കുന്നുണ്ട്. അക്ബർ നല്ലപോലെ എതിർക്കുന്നുണ്ട്. പിന്നെ ഒരു ടാസ്ക്കാണ്, 750 പോയിൻ്റ് ടാസ്ക്കാണ്. ഒരു ത്യാഗം സഹിക്കണം എല്ലാവരും. ഹൗസ് മേറ്റ്സിൻ്റെ വീട്ടുകാർ വന്നിട്ട് അവരെ കാണണമെന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ 750 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൗസ് മേറ്റ്സ് ആ ഒരു 750 പോയിൻ്റ് കളഞ്ഞ് ഈ ഫാമിലി വീക്ക് ആ ഒരു സംഭവം എടുത്തിട്ടേക്കാണ്. 750 പോയിൻ്റ് പോവുകയും ചെയ്തു. ഫാമിലി വീക്കാണെങ്കിൽ 10-11 ആഴ്ചയിലാണ് ഫാമിലി വീക്ക് നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഈ കാര്യം ഓർത്ത് നമ്മുടെ സരിക ഇരുന്ന് കരയുന്നുണ്ട്. പിന്നെ ഇവർ തിരഞ്ഞെടുത്ത ഒരു കാര്യമുണ്ട്, ശരത്ത്, രേണു, റെന, ഇവരുടെ വീട്ടുകാരൊക്കെ വരണമെന്നാണ്. ആദിലയും നൂറയും പങ്കെടുക്കാൻ വേണ്ടി പോയിട്ട് അവർ ഈ ഹൗസ് മേറ്റ്സ് വീട്ടുകാരിൽ ആരൊക്കെ വരണം എന്നുള്ള കാര്യത്തിന് ഇതാണ് അവർ പറഞ്ഞൊരു കാര്യം. പിന്നെ അഭിലാഷും ആരും തമ്മിൽ, അഭിലാഷിനെ നോക്കി ആരും എന്തോ ചിരിച്ചു എന്നും പറഞ്ഞ് അങ്ങനൊരു വിഷയം പോകുന്നുണ്ട്. അതൊരു സംശയ വിഷയമായി മാറുന്നുണ്ട്. അടുത്ത ടാസ്കിലേക്ക് റെഡിയായത് അനീഷ്, ആര്യൻ, ജിസൈൽ, ഇവരാണ് ഒരു ടാസ്കിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയ. ടാസ്ക് തുടങ്ങിയിട്ടില്ല, എന്നിട്ടും ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് പോലും വകവയ്ക്കാതെ അനീഷ് മിണ്ടാതിരിക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞിട്ട് ഒരു കാര്യം കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇച്ചിരി ഓവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത് ബിഗ് ബോസിനും ആ ഒരു ടീമിനൊന്നും ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കാണിച്ചത്. ടാസ്ക് നടക്കുന്നെന്ന് പറയുമ്പം ടാസ്ക് ചെയ്യണം, നിർത്തിയെന്ന് പറയുമ്പം നിർത്തണം, അല്ലാതെ ചുമ്മാ താൻ എന്തോ വലിയ ഭാവമാണെന്നുള്ള കാര്യങ്ങളൊന്നും കാണിച്ചു വെച്ചതുകൊണ്ടാണ് 1000 രൂപ പോയത്, 1000 പോയിൻ്റ് പോയത്. പിന്നെ ഒരു കാര്യം പറയാം, ആര്യൻ എന്തായിരുന്നാലും തല മുട്ടയടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ജിസേലിനും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു സ്ത്രീനെയൊക്കെ മുട്ടയടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ ഒരു അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. പിന്നെ അപ്പോൾ ആണുങ്ങൾ മുട്ടയടിച്ച് എന്താ കുഴപ്പമുണ്ടാക്കുമെന്നുള്ള കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഒരു ആണുങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന നേരത്തെ ഒരു സ്ത്രീയെ പിടിച്ച് മുട്ടയടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ വളരെ ഒരു നോൺസെൻസ് പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഡെഡിക്കേറ്റീവായിട്ട് ഇവിടെ അഭിലാഷ് നിൽപ്പുണ്ട്, ശരത്ത് നിൽപ്പുണ്ടായിരുന്നു, അക്ബർ ഉണ്ടായിരുന്നു. അവർക്ക് ആരെങ്കിലും ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് വിട്ടെങ്കിൽ നന്നായി പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മിണ്ടാതെ നിൽക്കുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ അനീഷിൻ്റെ, അത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ടാസ്കിന് അഭിലാഷ് റെഡിയാണെന്ന് അഭിലാഷ് അവിടെ ഭയങ്കരമായിട്ട് അങ്ങ് പറയുന്നുണ്ട്. ഈ ടാസ്ക് ചെയ്യാൻ താല്പര്യം ഉള്ളവരല്ല പോയെന്നുള്ള കാര്യമാണ്. ഈ ടാസ്കിൽ എന്തും ഡെഡിക്കേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയ ആൾക്കാർ ആരുമല്ല അവിടെ പോയിരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അക്ബർ അനീഷിനെ ആ ഒരു തർക്കത്തിൻ്റെ ഇടയിൽ കൂടെ പില്ലോ എടുത്തെറിഞ്ഞൊരു അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേഹത്ത് എവിടെയും കൊണ്ടിട്ടില്ല. പിന്നെ ദേഹത്ത് കൊള്ളിച്ച് ഒരാൾ മുന്നേ എറിഞ്ഞായിരുന്നു, ഷാനവാസ് എറിഞ്ഞു, ഷാനവാസിനെ തിരിച്ചു പറഞ്ഞു. പക്ഷേ ഇത് അക്ബർ അത്രയും കലിവെന്നാണ് എടുത്തറിഞ്ഞത്. പിന്നെ
അനീഷിൻ്റെ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ആരിൻ്റെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു 1000 പോയിൻറ്റ് കിട്ടിപ്പോയേനെ. അതൊന്നും വേണ്ടെങ്കിൽ പിന്നെ അവർക്ക് പോയിൻറ്റും കിട്ടണം, ഒന്നും കിട്ടണ്ട, ഡ്രസ്സ് ഇട്ട് അവിടെ ഇരുന്നോട്ടെ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അനീഷിനെ പറ്റി പറഞ്ഞാൽ അനീഷ് ഇപ്പോൾ വന്നിട്ടാണെങ്കിൽ സെൽഫിഷാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ഗെയിം കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനത്തെ ഒരു ചില സമയത്ത് ഭയങ്കര ഒരു ഇതായിരിക്കും. പിന്നെ ഒരുമാതിരി ഒരു മുരടൻ അനീഷൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആദില, നൂറ, സരിക ആ ഒരു ടാസ്കിനെ പറ്റി പിന്നെ സംസാരിച്ചായിരുന്നു. പിന്നെ അനുമോൾ ആര്യനും കിച്ചണിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ ടാസ്കിനെ പറ്റിയാണ് ഈ ചർച്ചയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ടാസ്ക് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തക്കാളി എടുത്ത് കട്ട് ചെയ്തതിൻ്റെ ഇടയിൽ കൂടെ നെവിൻ അങ്ങോട്ട് വരികയാണ്. ഈ തക്കാളി തിന്നാൻ വന്നിരിക്കുന്നു തോന്നുന്നു. പിന്നെ ഈ ടാസ്കിൽ ഈ ഒരു അനീഷോ ആര്യനോ ഒന്നും അത്ര പെർഫോമൻസ് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായ ഒരു എതിർപ്പായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പണിപ്പുരയിൽ ഒരു ടൈം ലോക്ക് ഫിറ്റ് ചെയ്ത്, നേരത്തെ ഒരു ടാസ്ക് സമയത്ത് പറഞ്ഞതോടെ ടൈം ലോക്ക് അവിടെ വയ്ക്കുന്നു ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഒനിയിലും ആ ഒരു ടാസ്കിനെ പറ്റി ആര്യനോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ അഭിലാഷിനോട് വന്നിട്ട് ഈ ഒരു ശരത്തിനിട്ട് എന്തോ ഒരു പണി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒനിയിൽ കാര്യം പറഞ്ഞു. പിന്നെ ബിന്നി പറയുന്നു, ആദില നൂറയോട് പറയുന്നൊരു കാര്യമാണ് അനീഷ് ആ ഒരു മിണ്ടതി നിന്ന ആ ഒരു സംഭവം അത് വളരെ ശരിയായിട്ടുള്ള പരിപാടിയാണെന്നൊക്കെയാണ് ബിന്നി പറഞ്ഞത്. എനിക്ക് ഒട്ടും അങ്ങോട്ട് തോന്നുന്നില്ല, എനിക്കൊട്ടും ആ ഒരു കാര്യം തോന്നില്ല. പിന്നെ അക്ബറും ആദ്യം ആ ഒരു ടാസ്കിനെ പറ്റി അവരുണ്ടായ അവർ കയ്യിൽ അടിച്ച വിഷയത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 17 റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഇതിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ അവർ ടാസ്കിൻ്റെ ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ മാത്രം ഒരു ചർച്ച വിഷയമായിട്ട് മാറുന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ ഇവിടെ രേണു സുധീനെ പറ്റിയൊരു കാര്യം പറഞ്ഞാൽ അവരുടെ എന്തോ ഒരു പെയിനിൻ്റെ ഇഷ്യൂ തലയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അവിടെ ഇങ്ങനെ ഈ തലയും ചൊറി നടക്കുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിലൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഡേ 16 എപ്പിസോഡിലൊക്കെ ഒരുപാടിടത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഒരു കാര്യം ബിഗ് ബോസിനോട് പറയുകയാണ്, ഇവിടെ നിന്ന് ഇനി ആരെങ്കിലും എനിക്ക് പുറത്ത് പോകണം എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് അവർക്കൊരു അവസരം കൊടുത്തവരെ പുറത്തിറക്കണം. ഒന്നും കളിക്കാതെ വെറും ഫുഡും കഴിച്ച് രേണുവിനെ പോലെ ഇങ്ങനെ കിടക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ ആരും നിൽക്കണ്ട. ഇനി റെനയായിരുന്നാലും ആരായിരുന്നാലും അനുമോളായിരുന്നാലും അനീഷായിരുന്നാലും ആരായിരുന്നാലും ഇവിടെ നിന്ന് പുറത്ത് പോകണമെന്നൊക്കെ ഒരു തവണ പറഞ്ഞാൽ ബിഗ് ബോസ് ദയവ് ചെയ്ത് ഒന്ന് പുറത്തിറക്കി വിടണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളിട്ട് കൊഴിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ആ കാര്യം മാത്രമേ പറയാം. പോണവർ പോട്ടെ, പോണവരെയൊക്കെ അങ്ങ് ഇറക്കി വിടണം. ഇത് ഒരു 7ൻ്റെ പണിയായിട്ട് കൂട്ടിയിട്ട് ഇറക്കി വിട്ട് പിന്നെ ഒരു അവസരം കൊടുക്കുകയും ചെയ്യരുതെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ഇങ്ങനെ കുറേ കാര്യവിടെ ഒന്ന് ഇതാക്കുക. ഒരു സീസണിൽ പോലും ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞവരൊക്കെ പറഞ്ഞു വിടണം ബിഗ് ബോസ്. ഇത്ര കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതാണ് ഡേ 17 റിവ്യൂവും കാര്യങ്ങളൊക്കെ.